ഹലോ ഡിയേഴ്സ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് മെസ്സേജ് ചെയ്തിട്ടും വിളിച്ചിട്ടും ഇൻസ്റ്റാഗ്രാമിൽ പിൻ ചെയ്തിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തായി, തിരിച്ചെത്തിയോ, സേഫ് ആണോ, എന്താ ഉണ്ടായേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്ലൈറ്റ് കിട്ടിയേ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല. സാറ്റർഡേ ഏർലി മോർണിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. ഉച്ചയോടുകൂടി വീട്ടിലെത്തി. പക്ഷേ ഇപ്പോഴും മെൻ്റലി ഫിസിക്കലി ഭയങ്കര ഡ്രെയിൻഡ് ഔട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ഇപ്പോഴും ഹെൽത്ത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒട്ടും ഓക്കെ ആയിട്ടില്ല. ഫിസിക്കലി ഇപ്പോഴും ഭയങ്കര വീക്കാണ്. അതിന് കുറേ ഇഷ്യൂസും ഉണ്ട്. ഞാനിപ്പം വീട്ടിലാണ്, ഓഫീസിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. ബിക്കോസ് കുറേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടിയേ, എന്താ ഉണ്ടായി എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി ഒരു 9:40 ഫ്ലൈറ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു റെസ്പോൺസും ഒന്നും ഇല്ലാതെ ആയപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേര് സംസാരിക്കാൻ പോയി. അവിടെ ഒരു റെസ്പോൺസും ഒന്നും അവർ തരുന്നില്ല എന്ന് കണ്ടപ്പം അവർ കുറച്ച് ബഹളം ഉണ്ടാക്കി. അപ്പോഴാണ് പോലീസുകാരും എയർപോർട്ട് അതോറിറ്റിയും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയതും. എന്നിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പം നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറഞ്ഞു. ഇങ്ങനെ മോർ ദാൻ 36 hours ആയിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാണെന്നും ഇതുവരെ ഒരു റെസ്പോൺസും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞപ്പം അവർക്ക് കാര്യം മനസ്സിലായി. അവർ ഈ ഇൻഡിഗോൻ്റെ ഒരു ക്രൂ മെമ്പറിൻ്റെ അടുത്ത് നിന്ന്, ക്രൂ മെമ്പർ ആണോ എന്നറിയില്ല, ഇൻഡിഗോൻ്റെ ഒരു ആളുടെ അടുത്ത് നിന്ന് അവരുടെ ID കാർഡ് പിടിച്ചു വെച്ചു എന്നാണ് പറയുന്നത് കേട്ടത്. എന്നിട്ട് ഇനി നമ്മളേനെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യാണ്ട് നമ്മളേനെ ഇവിടുന്ന് സേഫായിട്ട് നാട്ടിലെത്തിക്കാണ്ട് അവർക്കത് തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവർ ഫ്ലൈറ്റ് സെറ്റാക്കി തന്നത്. അതും അഹമ്മദാബാദിലേക്ക് എവിടേക്കോ പോവേണ്ട ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അതിൻ്റെ ബോർഡിംഗ് വരെ എത്തിയിരുന്നു എന്ന് തോന്നുന്നു. ആ സമയത്താണ് നമുക്ക് ആ ഫ്ലൈറ്റ് അത് ക്യാൻസൽ ചെയ്ത് നമ്മളെ ആ ഫ്ലൈറ്റിൽ കയറ്റി വിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയത്. അതുവരെയും നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഒരു വിവരവും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴും നമ്മളോട് പറഞ്ഞത് ഒരു 10-10:30 ഒക്കെ ആയപ്പം അവർ നമ്മളോട് പറഞ്ഞത് നമുക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തരാം, ഇന്നൊരു ദിവസം കൂടി നമ്മളോട് അവിടെ താമസിക്കാനും നാളെ രാവിലെ ആകുമ്പം എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നുള്ള പോലെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നമ്മളിപ്പോൾ 2 ദിവസമായി ഇവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുന്നു, ഇനിയും നമുക്കിങ്ങനെ ഹോട്ടലിൽ നിന്ന് താമസിക്കാനും ഫുഡും നമുക്ക് മാറാൻ പോലും ഡ്രസ്സില്ല, മെഡിസിൻസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. അവർ കുഴഞ്ഞു വീണു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. കുറച്ച് പേർക്കൊക്കെ ഒരുപാട് വയ്യാണ്ടായി. പിള്ളേർ ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളവും ഒക്കെ ആയി. മൊത്തത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് മെൻ്റലിയും ഫിസിക്കലിയും ഭയങ്കര ഡ്രെയിൻഡ് ഔട്ട് ആയിരുന്നു. അങ്ങനെ വന്നപ്പം നമ്മൾ അവരോട് കുറേ റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫ്ലൈറ്റ് സെറ്റാക്കി തരാനും എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഇങ്ങനെ അഹമ്മദാബാദിലേക്ക് പോകുന്നൊരു ഫ്ലൈറ്റ് അത് ക്യാൻസൽ ചെയ്തിട്ട് അവർ നമ്മൾ കൊച്ചിയിലേക്ക് അത് റീഷെഡ്യൂൾ ചെയ്യുകയാണ് ചെയ്തത്. കോഴിക്കോട് പോകേണ്ട ഇൻഡിഗോ ക്യാൻസലായ ഇൻഡിഗോ ഫ്ലൈറ്റിലെ കുറച്ച് പേർക്കും അവർ മാറ്റിയിട്ട് കൊച്ചിയിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതായതുകൊണ്ടും നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നത് കൊണ്ടും ഭയങ്കര പാടായിരുന്നു. അപ്പം ചോദിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.